കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 18, 9 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോടാണ് അവൻ ഈ ഉപമ പറഞ്ഞു. 2 പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരിസേയനും മറ്റേയാൾ ചുങ്കക്കാരനും. ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസേയനേക്കാൾ നീതിമത്കരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ വായനകളിലൂടെയെല്ലാം സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവം നമ്മെ നീതീകരിക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ നീതിപൂർവമായ ഒരു ജീവിതം നയിച്ചാൽ അതിന് പ്രതിഫലം ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ എല്ലാ വായനകളും നമ്മൾ ഓർമ്മപ്പെടുത്തുക. സുവിശേഷവും ആദ്യ വായനയും ഒരുമിച്ച് വായിച്ചാൽ അതിനകത്ത് നീതിമാൻ്റെ പ്രാർത്ഥന സ്വർഗം തുളച്ചു കയറുന്നു എന്നാണ് പറയുന്നത്. എളിമപ്പെട്ട് ദൈവസന്നിധിയിൽ എളിമയോടെ നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ് ആദ്യ വായന നമ്മൾ വായിച്ചു കേട്ടത്. സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ്, ഒരു ചുങ്കക്കാരൻ, ഒരു ഫരിസേയൻ, 2 പേരും പ്രാർത്ഥിക്കാൻ വന്നു. 2 പേരും പ്രാർത്ഥിക്കാൻ വന്നത് ഒരേ ഇടത്തിലാണ്, അല്ലേ? ഒരേ സ്ഥലത്താണ്, ഒരേ അൾത്താരയ്ക്ക് മുമ്പിലായിരിക്കും 2 പേരും പ്രാർത്ഥിച്ചത്. 2 പേരും ആയിരുന്നത് ഒരേ സിറ്റുവേഷനിലാണ്. പക്ഷെ ഒരുവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, മറ്റവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. ഞാൻ ആലോചിക്കുകയാണ്, നമ്മൾ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളൊക്കെ അർപ്പിക്കുന്നത് ഒരേ അൾത്താരയിലാണ്, ഒരേ സ്നേഹത്തിലാണ്. പക്ഷേ ഒരു വിശുദ്ധ കുർബാന കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ശരിക്കും ആത്മശോധന ചെയ്യേണ്ട വിഷയം ഇത് തന്നെയാണ്. കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടോ എന്നുള്ളതാണ്. എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ പോകുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കാൻ പറ്റാതെ പോകുമ്പോഴാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ പോകുന്നത്. ഇവിടെ ചുങ്കക്കാരനും നന്നായിട്ട് പ്രാർത്ഥിച്ചു. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയും ഫരിസേയൻ്റെ പ്രാർത്ഥന, 2 പേരുടെയും പ്രാർത്ഥന നല്ലതാണ്. പക്ഷെ ഫരിസേയൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഫരിസേയൻ പ്രാർത്ഥിച്ചപ്പോൾ ഫരിസേയൻ തൻ്റെ പ്രവർത്തികൾ, താൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ്, സ്വയം നീതീകരിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. കർത്താവല്ല അവനെ നീതീകരിക്കുന്നത്, അവൻ സ്വയം നീതീകരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഉപവസിക്കുന്നുണ്ട്, ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നുണ്ട്, എനിക്ക് കിട്ടുന്നതിൻ്റെ ദശാംശം എല്ലാം കൊടുക്കുന്നുണ്ട്, ഞാൻ ഇവനെ പോലെയൊന്നുമല്ല, ഞാൻ ഇവനേക്കാളും ഡീസൻ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവൻ സ്വയം നീതീകരിച്ചത് കൂടെയുള്ളവൻ്റെ വീഴ്ചകളെയും ഇടർച്ചകളെയും ചേർത്ത് വെച്ചുകൊണ്ടാണ്. ഞാൻ ഇവനേക്കാളും ബെറ്ററാണ്, മെച്ചപ്പെട്ടവനാണെന്ന് പറഞ്ഞത്. യഥാർത്ഥ ആത്മീയത തന്നെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരും, ഈശോയുടെ മുമ്പിൽ വരുമ്പോൾ ഞാൻ അപരൻ്റെ കുറവുകളെ നോക്കിയിട്ട്, ചിലവരല്ലേ, അവൻ കുടിക്കുന്നു അത്രയൊന്നും ഞാൻ കുടിക്കാറില്ല, ഇങ്ങനെ പറയുന്നത്. അവൻ പ്രശ്നം ഉണ്ടാക്കുന്നത്രേ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അത് പറയല്ല. അവൻ പ്രശ്നം ഉണ്ടാക്കുന്നത്രേ ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നില്ലെന്നാണ്. അവൻ കുടിക്കുന്ന അത്രയൊന്നും ഞാൻ കുടിക്കുന്നില്ലെന്ന്. അവൻ കാണിക്കുന്ന തോന്നിയാസമൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഞാൻ വേറെ തോന്നിയാസം കാണിക്കുന്നുണ്ട്, പക്ഷേ അവൻ കാണിക്കുന്ന തോന്നിയാസം നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ നീതിമാന്മാരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക.
ഇവിടെ കർത്താവിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധിയോട് ചേർത്ത് വെച്ചുകൊണ്ട് ആത്മശോധന ചെയ്യുന്നിടത്താണ് എത്രമാത്രം നാം നമ്മളിൽ തന്നെ വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റുക. ഇപ്പം രണ്ടുപേരും ഒരു ദേവാലയത്തിൽ വന്നിട്ട് ഒരുവൻ തൻ്റെ തന്നെ കഴിവും തൻ്റെ തന്നെ സാമർഥ്യവും തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ താൻ എത്രമാത്രം വളർന്നിട്ടുണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. മറ്റവൻ വന്നതോ അവൻ ആത്മാവിൽ അനുതാപം എടുത്തിട്ട് രക്ഷയുടെ അനുഭവം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ചുങ്കക്കാരൻ വരുന്നത്. ഇത് രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരുവൻ തൻ്റെ തന്നെ അച്ചീവ്മെൻസും തൻ്റെ കഴിവും തൻ്റെ സാമർഥ്യവും തൻ്റെ ആത്മീയ വളർച്ചയും കാണിക്കാൻ വേണ്ടി ദേവാലയത്തിൽ വന്നെങ്കിൽ അവരൻ തൻ്റെ ബലഹീനതകളും തൻ്റെ കുറവുകളും തൻ്റെ വീഴ്ചകളും തൻ്റെ ഇടർച്ചകളൊക്കെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി എളിമപ്പെട്ട് നിന്ന് പ്രാർത്ഥിച്ചു. ഇത് രണ്ടും പ്രാർത്ഥനയുടെ രീതിയാണെങ്കിൽ രണ്ടാമത്തെ പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടത്. ഒരു വിശുദ്ധ കുർബാനയ്ക്ക് അല്ലെങ്കിൽ ഒരു ആത്മീയ ശുശ്രൂഷയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ശരിക്കും ചില സമയത്തൊക്കെ നമുക്ക് തന്നെ തോന്നും, പ്രത്യേകിച്ച് ചില വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ചിലപ്പോൾ ഫാഷൻ ഷോ ആണെന്ന് വിചാരിക്കും. ചില സ്ഥലങ്ങളൊക്കെ ചെല്ലുമ്പോൾ അന്ന് മേടിച്ച കഴിഞ്ഞ ദിവസം മേടിച്ച സാരിയുടെ ഡിസ്പ്ലേ, നെക്ലസിൻ്റെ ഡിസ്പ്ലേ, ചിലപ്പോൾ താലി പോലും ഉണ്ടാവില്ല, പക്ഷേ നെക്ലസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പല എന്തൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ കുർബാനയ്ക്ക് പോലും വരുന്നവരുണ്ട്, വിശുദ്ധ കുർബാനയ്ക്ക് പോലും. നമ്മുടെ ഡിസ്പ്ലേ അല്ല നമ്മൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെയുണ്ട്, ഇത് ഡിസ്പ്ലേ ചെയ്യാനുള്ളതല്ല ഒരു പരിശുദ്ധ കുർബാന, ഒരു ആത്മീയ ശുശ്രൂഷ. മറിച്ച് നമ്മുടെ ആന്തരിക ആത്മീയ മനുഷ്യൻ എൻ്റെ കർത്താവിനോടുള്ള ബന്ധത്തിൽ എത്രമാത്രം ഭാരമനുഭവിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്, എത്രമാത്രം വിശുദ്ധീകരിക്കപ്പെടേണ്ടതെന്ന് കർത്താവിനെ മുൻനിർത്തിയാണ് ഒരുവൻ ആത്മശോധന ചെയ്യേണ്ടത്. ഇവിടെ സുവിശേഷത്തിൽ ഞാൻ നേടിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ രണ്ടാമത്തെ വായന തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസിലെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഓടി, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ കാത്തു. ഇവിടെ എല്ലാം ഞാൻ പറയുമ്പോഴും രണ്ടിടത്ത് ഒരുവൻ നീതീകരിക്കപ്പെട്ട് വെളിച്ചത്തിൽ പറയുന്നു, മറ്റവൻ അഹങ്കാരത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് പറയുന്നു. ഇവിടെ പൗലോസിനെ പറഞ്ഞ് ഇതെല്ലാം എൻ്റെ ക്രിസ്തു എന്നെ നീതീകരിച്ചു. ആ നീതീകരണത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഈ പൗലോസിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടെന്താണ്, എൻ്റെ അവസാന മണിക്കൂറെത്തി, ഞാൻ മരിക്കാൻ പോവാ, കർത്താവിൻ്റെ മുമ്പിൽ അവൻ എന്നെ നീതീകരിച്ചത് കൊണ്ടും അവൻ്റെ സ്നേഹത്തിൽ നീതീകരിക്കപ്പെട്ട അനുഭവത്തിൽ ഇന്നോളം ജീവിച്ചത് കൊണ്ടും ആ നീതിയുടെ പ്രതിഫലം കർത്താവ് എനിക്ക് തരും. അതെന്താണ്? നീതിയുടെ കിരീടം അവിടെ തന്നെ അണിയിക്കും. അപ്പോൾ പൗലോസിലേക്കും തൻ്റെ ജീവിതത്തിൽ ഒത്തിരി വിഷമ വേദനകളൊക്കെ ഉണ്ടായി. അവിടെയൊക്കെ കർത്താവ് ഈ പൗലോസിലേയെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് പൗലോസിലെ പറയുന്നത്. അപ്പോൾ ഇവിടെ തൻ്റെ കഴിവിലോ തൻ്റെ സാമർത്ഥ്യത്തിലോ ഒന്നുമല്ല പൗലോസിലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മറിച്ച് കർത്താവ് പൗലോസിലേയിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പറയുന്നത്, ഞാൻ എല്ലാവരും ഒറ്റപ്പെട്ടു, എല്ലാവരും തിരസ്കരിച്ചു, ആരും എന്നെ കേൾക്കാനില്ലായിരുന്നു. തൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ പല സമയങ്ങളിലും പൗലോസിനെ കേൾക്കാൻ ആരുമില്ലായിരുന്നു, മനസ്സിലാക്കാൻ ആരുമില്ലായിരുന്നു, ഒറ്റപ്പെട്ടു പോയി. ഈ അനുഭവങ്ങളിലൊക്കെ പൗലോസിനെ പറഞ്ഞ അപ്പോഴും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാ പൗലോസിനെ പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ നീതീകരിക്കപ്പെട്ടു. ആ നീതീകരിക്കപ്പെട്ട ഒരു ജീവിതം അവസാനം വരെ ആ നീതിയോടെ ജീവിക്കാൻ പറ്റി. ആ നീതിയുടെ പ്രതിഫലം, നീതിപൂർവമായ ജീവിതത്തിൻ്റെ പ്രതിഫലമായ നീതിയുടെ കിരീടം എന്നെ അണിയിക്കുമെന്ന് പൗലോസ് പറയുകയാണ്. ഒന്നഹങ്കാരത്തിൽ നിന്ന് സമരിയാക്കാരൻ പറയുമ്പോൾ ഇവിടെ എളിമയോടെ നിന്നുകൊണ്ട്, ഫരിസേയൻ പറയുമ്പോൾ ഇവിടെ എളിമയോടെ നിന്നുകൊണ്ട് പൗലോസ് പറയാണ്, കർത്താവിൻ്റെ നീതീകരണത്തിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വായന നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ സ്വയം മഹത്വം ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ എളിമപ്പെടുത്താൻ പറ്റുന്ന ഒരു ആത്മീയ പക്വത നമുക്കുണ്ടോ? എവിടെയാണ് നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി അധ്വാനിക്കാനുള്ള ഒരു യഥാർത്ഥ സമർപ്പണത്തിന് നമ്മൾ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ വളരെ കൃത്യമായിട്ട് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ വായനകളുടെ ഒക്കെ വെളിച്ചത്തിൽ നമ്മൾ നമ്മളെ തന്നെ ആത്മശോധന ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ദൈവം കേൾക്കുന്നത്
എളിമയോടെ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയാണ്. എത്രമാത്രം ദൈവസന്നിധി നമുക്ക് എളിമപ്പെടാൻ പറ്റുന്നുണ്ട്. ദൈവസന്നിധിയിൽ എളിമപ്പെടുമ്പോൾ ദൈവസന്നിധിയിൽ മാത്രമല്ല, അവന് മറ്റെല്ലാ ഇടങ്ങളിലും എളിമപ്പെടാനുള്ളൊരു അഭിഷേകം കിട്ടും. കുടുംബത്തിൽ എളിമപ്പെടാൻ പറ്റും, കുടുംബാംഗങ്ങളുടെ മുമ്പിൽ എളിമപ്പെടാൻ പറ്റും. ജീവിത സാഹചര്യങ്ങൾ അനുവദിക്കുന്ന സങ്കടങ്ങളുടെയും സംഘർഷങ്ങളുടെയും ജീവിതം വെച്ച് നീട്ടുന്ന എളിമപ്പെടുന്ന അനുഭവങ്ങളുടെ മുമ്പിലൊക്കെ വളരെ ശാന്തമായ അനുഭവങ്ങളെ സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ നീതീകരിക്കപ്പെട്ടവരായിട്ട് മാറണം. അതിന് നാം നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുകയും പാപങ്ങൾ ഏറ്റുപറയുകയും കർത്താവിൻ്റെ മുമ്പിൽ നാം നമ്മെ തന്നെ ഹൃദയപൂർവമായ ഒരു വിശുദ്ധീകരണത്തിന് സമർപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് വായനകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഈ വായനകളുടെ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ ആത്മീയ ജീവിതത്തിൻ്റെ മനോഭാവം, എളിമ എന്ന മനോഭാവം, ആ മനോഭാവത്തിൽ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലും ആത്മീയ ശുശ്രൂഷയുടെ നിമിഷങ്ങളിലും എൻ്റെ കർത്താവിനോടുള്ള ബന്ധത്തിലും വ്യാപരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അവളുടെ കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.